പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. PV അൻവർ MLA ആരോപണങ്ങളിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും ADGP MR അജിത് കുമാറിനെയും പൂർണ്ണമായി സംരക്ഷിക്കുന്നു മുഖ്യമന്ത്രി. അൻവർ കൊടുക്കുന്ന പരാതികൾ അതേപോലെ പരിശോധിക്കാൻ അല്ല P ശശി ഇവിടെ ഇരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. P ശശി CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണെന്നും മാതൃകാപരമായ പെരുമാറ്റമാണ് അദ്ദേഹത്തിന്റെ എന്ന് മുഖ്യമന്ത്രി ക്ലീൻ ചിറ്റ് കൊടുക്കുകയാണ് P ശശിക്ക്. അദ്ദേഹം CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. പാർട്ടി നിയോഗിച്ച് എൻ്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത്. ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിൻ്റെ പക്കലില്ല. ആര് പറഞ്ഞാലും അതെല്ലാം അവജ്ഞയോട് തള്ളിക്കളയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു പരിശോധനയും അക്കാര്യത്തിൽ ആവശ്യമില്ല. അൻവറോ മറ്റുള്ളവരോ കൊടുക്കുന്ന പരാതി അതേപോലെ സ്വീകരിച്ച് നടപടിയെടുക്കാനല്ല ശശി അവിടെ ഇരിക്കുന്നത്. ഈ സർക്കാരിന് നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റുന്ന നടപടി മാത്രം എടുക്കുന്നതിനാണ് അത് അവിടെ ഇരിക്കുന്നത്. അല്ലാത്ത നടപടി സ്വീകരിച്ചാൽ ശശിയല്ല ആരായാലും ആ ഓഫീസിൽ ഇരിക്കാൻ പറ്റില്ല. നിയമപ്രകാരമുള്ള നടപടി മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ. നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി ചെയ്തിട്ടുണ്ടാവില്ല. ആ ചെയ്യാത്തതിനൊക്കെയുള്ള വിരോധം വെച്ച് വിളിച്ചു പറഞ്ഞാൽ അതിൻ്റെ മേലെയൊന്നും മാറ്റുന്നതല്ല അത്തരം ആളുകളെ. അത് മനസ്സിലാക്കണം. RSS നേതാവുമായുള്ള കൂടിക്കാഴ്ചയിൽ ADGP MR അജിത് കുമാറിനെതിരെ തൽക്കാലം നടപടിയില്ലെന്നും അന്വേഷണ റിപ്പോർട്ട് കിട്ടിയ ശേഷം നടപടിയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. രാഷ്ട്രീയ താൽപര്യത്തിനു വേണ്ടി പോലീസുകാരെ പലതരം ഇടനിലകൾക്കായി ഉപയോഗിച്ചതിന്റെ മുൻകാല അനുഭവം വെച്ചായിരിക്കും പ്രതിപക്ഷ നേതാവ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതെന്നും കോലിബി സഖ്യം പരാമർശിച്ച് മുഖ്യമന്ത്രി മറുപടി നൽകി. കാര്യം വ്യക്താക്കട്ടെ. ഒരു ആരോപണം വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ആരെയും ഒരു സ്ഥലത്തു നിന്നും ഒഴിവാക്കില്ല. അത് സംബന്ധിച്ച് അന്വേഷണം നടത്തി ആ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് കണ്ടാൽ ഉചിതമായ നടപടി സർക്കാർ എടുത്തിരിക്കും. പരാതി തരുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം പരസ്യമായി ചാനലുകളിൽ ദിവസങ്ങളോളം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അന്വേഷിക്കുന്നതിന് സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിക്കുകയുണ്ടായി. ഒരു മുൻവിധിയോടെയും ഈ കാര്യത്തെ സമീപിക്കുന്നില്ല. SP ഇപ്പോൾ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ പൂരം വിഷയത്തിൽ അന്വേഷണം തുടരുന്നുവെന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. കൂടുതൽ സമയം അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു. ചൊവ്വാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചുവെന്നും മുഖ്യമന്ത്രി. വിവരാവകാശത്തിൽ തെറ്റായ മറുപടി നൽകിയതിനാണ് DYSP MS സന്തോഷിന് എതിരെ നടപടിയെടുത്തത്. അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പൂരം സംബന്ധിച്ചുള്ള കാര്യത്തിൽ നല്ല രീതിയിൽ തന്നെ പരിശോധന നടത്താൻ നേരത്തെ ചുമതലപ്പെടുത്തിയതാണ്. ആ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ആ അന്വേഷണം പൂർത്തിയാക്കേണ്ടതായിരുന്നു. അത് കുറച്ചുകൂടി സമയം വേണമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് എൻ്റെ മുന്നിലൊരു കടലാസ് വന്നു. അപ്പോൾ ഞാനതിൽ പറഞ്ഞു 24-ാം തീയതിക്ക് മുൻപായി ഈ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകിയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവിട്ടിട്ടുണ്ട്. 24-ാം തീയതിക്കുള്ളിൽ കിട്ടുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ അപ്പോൾ എന്തൊക്കെ ഉണ്ടായാലും ADGPയും P ശശിയും പൂർണ്ണമായി സംരക്ഷിക്കുന്നു എന്ന നിലപാട് ഏതെങ്കിലും തരത്തിൽ സംശയത്തിന് അടിസ്ഥാനമില്ലാത്തവിധം ക്രിസ്റ്റൽ ക്ലിയറായി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ തുടരുന്നു. ദിലീപ് കുമാർ, ഇവിടെ PV അൻവറിനെ അങ്ങേയറ്റം നിന്നാപൂർവ്വം അയാൾ വന്ന വഴി അയാൾ കോൺഗ്രസിന്റെ വഴിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൂർണ്ണമായി എന്ന് പറഞ്ഞാൽ ഫോൺ റെക്കോർഡ് ചെയ്യുന്നത് നമ്മളൊക്കെ ചെയ്യാറുണ്ടോ എന്നത് അൻവർ ചെയ്ത് തെറ്റായ പണിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അൻവറിനെ 100% തള്ളിപ്പറയുന്നു. അൻവറിനെ മാത്രമല്ല ADGPക്ക് വേണ്ടി ADGP മാറ്റണമെന്നാവശ്യപ്പെടുന്ന CPI നിലപാടുകളെയും തള്ളിപ്പറയാൻ തരിമ്പ് പോലും മടിക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയല്ലേ ആ ദീർഘമായ വാർത്താ സമ്മേളനത്തിൽ? ദിലീപ്. ഹാഷ്മി, മുഖ്യമന്ത്രിയുടെ ദീർഘമായ വാർത്താ സമ്മേളനത്തെ നമുക്ക് വളരെ സംക്ഷിപ്തമായി ഇങ്ങനെ പറയാം. വിശ്വസ്തരെ കൈവിടാതെയും വിമർശകരെ തള്ളിയും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം. ഈ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഇപ്പോൾ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി അതിനൊക്കെ മറുപടി നൽകി. ആ മറുപടിയാകട്ടെ തൻ്റെ വിശ്വസ്തരായിട്ടുള്ള ADGP MR അജിത് കുമാറിനെയും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെയും സംരക്ഷിക്കുന്ന നിലയിൽ തന്നെയായിരുന്നു. മാത്രമല്ല PV അൻവറിനെ ഇതാദ്യമായി മുഖ്യമന്ത്രി പരസ്യമായി തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. P ശശിയെ ഒരു കാരണവശാലും P ശശിക്കെതിരായ ആരോപണങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയുന്നു. മാതൃകാപരമായ പ്രവർത്തനമാണ് P ശശി കാഴ്ചവെക്കുന്നത്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അങ്ങനെ മാറ്റാൻ കഴിയുന്നതല്ല P ശശിയെ തീരുമാനിച്ചത്, പൊളിറ്റിക്കൽ സെക്രട്ടറിയായി തീരുമാനിച്ചത് CPIM-ന്റെ സംസ്ഥാന സമിതിയാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ അവിടെ അദ്ദേഹത്തെ നിയോഗിച്ചിരിക്കുന്നത് ഈ നിയമപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ആരെങ്കിലും ഒരു പരാതി നൽകിയാൽ അതിൽ നിയമപരമല്ലാത്ത കാര്യങ്ങളിൽ അവർക്ക് അനുകൂലമായ നിലയിൽ ആ പരാതിയുമായി ബന്ധപ്പെട്ട് നടപടിയെടുത്തില്ലെങ്കിൽ
പുറത്തു വന്ന് എന്തെങ്കിലും പറയുന്നതിന് അത്തരത്തിലുള്ള പുറത്തു വന്ന് പറയുകയും ഈ ആൾക്കാർക്കെതിരെ നടപടി വേണം എന്ന് പറയുന്നതിനെയും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് PV അൻവറിൻ്റെ ആരോപണങ്ങളുടെ മുന പൂർണ്ണമായും ഒടിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. ADGP MR അജിത് കുമാറിൻ്റെ കാര്യത്തിൽ അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. ആ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ. ഈ രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച നടത്തുന്നതിന് പോലീസിനെ ഉപയോഗിക്കുക എന്നത് കമ്മ്യൂണിസ്റ്റുകളുടെ കീഴ്വഴക്കമല്ല. കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ അങ്ങനെ ചെയ്തിട്ടില്ല. അത്തരം കാര്യങ്ങൾ നേരത്തെ പ്രതിപക്ഷ സർക്കാരുകളുടെ കാലത്ത് നടന്നിട്ടുണ്ട്. അതിൻ്റെ ഓർമ്മ ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉണ്ടാകാം. അതുകൊണ്ടാണ് ഈ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ആ കൂടിക്കാഴ്ച എന്നതൊക്കെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ആരോപണങ്ങളും തടഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ആ ആരോപണങ്ങൾക്കും മറുപടി നൽകിയിരിക്കുന്നു മുഖ്യമന്ത്രി. സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട് ADGPക്ക് ബന്ധമുണ്ടെന്ന ആരോപണത്തെയും മുഖ്യമന്ത്രി അതിൻ്റെ കണക്കുകൾ നിരത്തി അത് വിശദീകരിച്ചുകൊണ്ടുമൊക്കെ മുഖ്യമന്ത്രി ആ ആരോപണങ്ങൾക്കും മറുപടി നൽകിയിരിക്കുകയാണ്. അങ്ങനെ മുഖ്യമന്ത്രി ഈ PV അൻവറുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ മാത്രമല്ല, ഏറ്റവും ഒടുവിൽ ഈ വാർത്താ സമ്മേളനം അവസാനിക്കുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രിയിൽ നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി വന്നത്, ഇത്തരം ആരോപണങ്ങൾ അത് ഉന്നയിക്കേണ്ടത് ആദ്യം ഒന്നുകിൽ സർക്കാരിനോട് ഉന്നയിക്കുക, അല്ലെങ്കിൽ പാർട്ടിയിലെ വേദികളിൽ പറയുക, പാർട്ടിയോട് ഈ കാര്യം ആവശ്യപ്പെടുക എന്നതാണ്. അദ്ദേഹം നിലമ്പൂർ MLA സ്വതന്ത്ര അംഗമാണ്. PV അൻവർ അദ്ദേഹത്തിന് പാർട്ടിയോട് ഇക്കാര്യം ആവശ്യപ്പെടാമായിരുന്നു. അതൊന്നും ചെയ്യാതെ വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ പറഞ്ഞു. അല്ലതിൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണാർത്ഥത്തിൽ PV അൻവറിനെ തള്ളിപ്പറയുകയാണ് എന്ന് പറഞ്ഞാൽ അൻവർ ഇക്കാലം അത്രയും ഈ പാർട്ടിയുടെ സംരക്ഷകൻ എന്ന നിലയ്ക്ക് സൈബർ മേഖലയിലും കടന്നൽ രാജ എന്നൊക്കെ പറഞ്ഞ സൈബർ അണികളുടെയൊക്കെ ഒരു നേതൃസ്ഥാനത്തൊക്കെ നിന്ന് പാർട്ടിക്ക് വേണ്ടി ശക്തിയുക്തം ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. മാത്രമല്ല, ഈ ആരോപണ ഘട്ടത്തിൽ പോലും പിണറായി വിജയനിലേക്ക് ആ ആരോപണം എത്താതിരിക്കാൻ ബോധപൂർവ്വം തുടക്കം മുതൽ തന്നെ ശ്രമിക്കുന്നുണ്ടായിരുന്നു PV അൻവർ. അത് ശശി വരെ മാത്രം നിർത്തുന്നുണ്ടായിരുന്നുള്ളൂ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് മാത്രമേ അദ്ദേഹം പറയാറുണ്ടായിരുന്നുള്ളൂ. ദിലീപ് PV അൻവറിനെ പറ്റി പറയുന്ന അയാൾ വന്ന വഴി കോൺഗ്രസിലൂടെ വന്ന വഴിയാണ് എന്ന് പറയുക വഴി PV അൻവറിനെ തള്ളാവുന്നതിൻ്റെ പരമാവധിയിൽ തള്ളി. ഇനി അൻവറിൻ്റെ പ്രതികരണം നിർണായകമാണ്. ദിലീപ് അഷ്മി, ഇനി PV അൻവറിൻ്റെ പ്രതികരണം നിർണായകമാണ്. കാരണം ഇക്കാര്യത്തിൽ പരസ്യമായി തന്നെ PV അൻവറിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി. മാത്രമല്ല, തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഇത്തരത്തിലല്ല ഈ ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടതും അതിൻ്റെ നടപടികളിലേക്ക് കടക്കേണ്ടതും എന്ന കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു. കോൺഗ്രസിൽ നിന്ന് വന്നയാളാണ് PV അൻവർ, ഇതൊരു ഇടതുപക്ഷ രീതിയല്ല എന്ന കാര്യം കൂടി മുഖ്യമന്ത്രി വ്യക്തമാക്കിയതിലൂടെ PV അൻവറിനെ ഏതാണ്ട് പൂർണ്ണമായും കൈവിടുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. PV അൻവറിൻ്റെ ഒരു പൊതുപ്രവർത്തകന് ചേർന്ന ശൈലിയല്ല ഈ ഫോൺ സംഭാഷണം ചോർത്തലടക്കമുള്ള കാര്യങ്ങൾ, അത് നല്ല ശൈലിയല്ല എന്ന കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു. മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. PV അൻവർക്കെതിരെ അന്വേഷണം വേണം, ഈ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് അന്വേഷണം വേണം എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ കാര്യത്തിലും അന്വേഷണം നടന്നു വരികയാണെന്നാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത്. അതായത് PV അൻവറിനെതിരെ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. അൻവറിൻ്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. അൻവറിനെ പൂർണ്ണമായും കൈവിടുന്ന നിലയിലേക്കാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടുള്ളതും. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ്. ഏതായാലും CPIM-ൻ്റേതടക്കം ഇക്കാര്യത്തിൽ ഇനി പ്രതികരണങ്ങൾ വരും. CPIM എന്തായിരിക്കും ഇക്കാര്യത്തിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാട്? ഏതായാലും മുഖ്യമന്ത്രിയെ അവരുടെ പരസ്യ നിലപാട് ബിനോയ് വിശ്വം പറഞ്ഞില്ലെങ്കിൽ കൂടി പ്രകാശ് ബാബു വളരെ അതിൽ ഒരു സംശയത്തിന് അടിസ്ഥാനമില്ലാത്ത വണ്ണം ജനയുഗം പത്രത്തിൽ ഈ ADGP മാറ്റിയേ മതിയാവും എന്ന് എഴുതുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം 2 തവണ പരസ്യ പ്രതികരണം നടത്തുകയും ചെയ്തു. CPIക്ക് അപ്പോൾ ഈ പറയുന്ന ക്രമസമാധാന ചുമതലയുള്ള ADGPയേക്കാൾ താഴെയാണ്, അല്ലെങ്കിൽ CPIക്ക് മുകളിലാണ് മുഖ്യമന്ത്രിക്ക് ക്രമസമാധാന ചുമതല ADGP എന്ന തിരിച്ചറിവ് CPIക്ക് എത്രത്തോളം വലിയ ഷോക്കാണ്. ബിനോയ് വിശ്വമൊക്കെ ആ ഷോക്കിനനുസരിച്ച് പ്രതികരണത്തിലേക്ക് പോകാനിടയുണ്ടോ ദിലീപ്? ഹഷ്മി, CPIയെ സംബന്ധിച്ച് CPI ആദ്യം ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണങ്ങൾ ദുർബലമായിരുന്നു. അത് LDF യോഗമുണ്ടായിരുന്നു, എല്ലാ ഘടകകക്ഷി നേതാക്കളും ഈ യോഗത്തിൽ പങ്കെടുത്തതാണ്. പക്ഷേ ആ യോഗത്തിൽ ഒരു RJD ആണ് ഈ വിഷയം ഉന്നയിച്ചത്. ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ട കാര്യത്തിൽ നടപടി വേണം എന്ന നിലയിലുള്ള അഭിപ്രായ പ്രകടനം നടത്തിയത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ഇതിനോട് യോജിച്ചു. പക്ഷേ പ്രതികരണം ദുർബലമായിരുന്നു. ആ മുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ ചർച്ചയിൽ ഇടപെടുകയാണ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ DGP തലത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്, ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വരട്ടെ എന്ന കാര്യമാണ് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. അതോടുകൂടി അത് സംബന്ധിച്ച ചർച്ച LDF-ൽ അവസാനിച്ചു. അതിനുശേഷമാണ്
കെ പ്രകാശ് ബാബു അദ്ദേഹം ഒരുപക്ഷെ CPI-യിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കവും ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമായേക്കാം. ഏതായാലും കെ പ്രകാശ് ബാബു പരസ്യമായി ഇക്കാര്യം പറഞ്ഞു. ആദ്യം പാർട്ടി മുഖപത്രമായ ജനയുഗത്തിലെ ലേഖനത്തിലും പിന്നീട് മാധ്യമപ്രവർത്തകരോടും 24-നോട് ആദ്യം തന്നെ അദ്ദേഹം ഇത് സംബന്ധിച്ച ഒരു പ്രതികരണം അന്ന് നടത്തിയിരുന്നു രാവിലെ ഗുഡ് മോർണിംഗ് വിത്ത് SKN ഷോയിൽ. അതിനുശേഷം മറ്റു മാധ്യമങ്ങളോട് അദ്ദേഹം പരസ്യമായി തന്നെ പ്രതികരണം നടത്തുകയും ചെയ്തു. ആ പ്രതികരണങ്ങളിലെല്ലാം MR അജിത് കുമാറിനെ ADGP സ്ഥാനത്ത് ഇനി ഒരു നിമിഷം പോലും തുടരാൻ അനുവദിക്കരുത്, അത് ഭരണപരമായ തീരുമാനമാണ് അക്കാര്യത്തിൽ വേണ്ടത്. നേരത്തെ പ്രകാശ് സിംഗ് കേസിൽ അതും DGP TP സെൻകുമാറിനെ മാറ്റിയതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ വിധിന്യായം അത് ചൂണ്ടിക്കാട്ടിയാണ് വീണ്ടും TP സെൻകുമാറിനെ അന്ന് DGP ആക്കിയത്. അത് അത്തരം കാര്യങ്ങൾ ഈ ഭരണപരമായ വിഷയം എന്ന നിലയിൽ രാഷ്ട്രീയപരമായ വിഷയം എന്ന നിലയിൽ അത് ഈ ഇപ്പോഴത്തെ ഈ സംഭവ വികാസങ്ങളിലില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ അല്ല ദിലീപ്, ഇപ്പോൾ പ്രകാശ് ബാബു പറയുന്നത് PV അൻവർ ഉന്നയിച്ച ഗുരുതരമായ കൊലപാതകയാണ്, കൊല്ലാൻ നേതൃത്വം കൊടുക്കുന്ന ആളാണ് തുടങ്ങിയ ആരോപണങ്ങളല്ലല്ലോ. അത് RSS രണ്ടാമനായ ദത്താത്രേയ ഹോസാബലെയും റാം മാധവനെയും പോയി കൂടിക്കാഴ്ച കണ്ട ആ നയം അത് ഇടതുവിരുദ്ധ നയമാണ്. ഇടതുപക്ഷ സർക്കാരിൻ്റെ കീഴിൽ ക്രമസമാധാനത്തിൻ്റെ പ്രധാനപ്പെട്ട നയപരമായ ഒരു പദവിയിലിരിക്കുന്ന ഒരാൾ ചെയ്തുകൂടാത്തതാണ്. അതുകൊണ്ടത് രാഷ്ട്രീയമെടുക്കേണ്ട തീരുമാനമാണ്. രാഷ്ട്രീയമെടുക്കേണ്ട തീരുമാനമാണ് അയാളെ ഈ പറഞ്ഞ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുക എന്നുള്ള കാര്യമാണ് പ്രകാശ് ബാബു ചൂണ്ടിക്കാണിക്കുന്നത്. അതിനോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നത് ഒന്നാമത് അതിനോട് കൃത്യമായ മറുപടി പറയുന്നില്ല. മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ ഇരുന്ന് ഈ പറയുന്ന ക്രമസമാധാന ചുമതലയുള്ള ADGP ദത്താത്രേയ ഹോസാബലെ പോയി കാണുന്നത് തെറ്റല്ല എന്ന് പോലും പരോക്ഷമായി പറയുകയാണ് ദിലീപ്. അത് എത്രത്തോളം വലിയ പ്രതിസന്ധി CPM-ൽ കൊണ്ട് എത്തിക്കുകയാണ്. ഹാഷ്മി, ഇക്കാര്യത്തിൽ ഇനി CPI നേതാക്കളുടെ പ്രതികരണം ഏതായാലും അറിയേണ്ടതുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ ഹാഷ്മി ചൂണ്ടിക്കാട്ടിയതുപോലെ ആ ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകിയില്ല. കൂടിക്കാഴ്ച ഗൗരവതരമാണ് എന്ന കാര്യം പറഞ്ഞു. അതേസമയം തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ നേതാക്കളെ കാണുന്നതിൽ തെറ്റല്ല എന്ന കാര്യം മുഖ്യമന്ത്രി ആവർത്തിച്ചു. പക്ഷേ അവരെന്തിന് കാണുന്നു, എന്താണ് ഉദ്ദേശം എന്നതാണ് ഏറ്റവും പ്രധാനം. മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും പറഞ്ഞത് തനിക്ക് വേണ്ടി കണ്ടു, RSS നേതാക്കളെ കണ്ടു എന്ന നിലയിലുള്ള പ്രചാരണമായിരുന്നു. പക്ഷേ താൻ അത്തരക്കാരനല്ല, കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളും ആ വഴിയല്ല. നേരത്തെ പ്രതിപക്ഷ സർക്കാരുകളുടെ കാലത്ത് പോലീസിനെ രാഷ്ട്രീയപരമായ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നേരത്തെയുള്ള കോലീബി സഖ്യം അടക്കം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. പക്ഷേ ഇപ്പോഴത്തെ സർക്കാർ ആ നിലയിലല്ല എന്ന കാര്യം കൂടി പറഞ്ഞതോടുകൂടി ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന കാര്യത്തിലും മുഖ്യമന്ത്രിയുടെ നിലപാട് വ്യക്തമായിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തർക്കെതിരായ വിമർശനങ്ങളെ പൂർണ്ണാർത്ഥത്തിൽ തന്നെ മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ദിലീപ്, ഇവിടെയുള്ള പ്രതിസന്ധി കഴിഞ്ഞ ദിവസം LDF കൺവീനർ TP രാമകൃഷ്ണനൊക്കെ പറയുന്നത് RSSമായുള്ള കൂടിക്കാഴ്ച ഒരു പ്രശ്നമല്ല, അവിടെ എന്ത് സംസാരിച്ചു എന്നതാണ് പ്രശ്നം. ആത്മാർത്ഥമായി RSSനെതിരെ നിലപാട് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ RSSകാരാൽ കൊല ചെയ്യപ്പെട്ട രക്തസാക്ഷികളുള്ള ആ രക്തസാക്ഷി ചോരയിൽ കൂടി വളർന്നു വന്നൊരു പാർട്ടിക്ക് അങ്ങനെ നിലപാട് ആത്മാർത്ഥമായി പറയുന്നതല്ല TP രാമകൃഷ്ണൻ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അത് ഗതികേട് കൊണ്ട് പറയുന്നതാണ്, അത് ഉത്തരമുട്ടി പറയുന്നതാണ്. അപ്പോൾ മാത്രമല്ല CPM-ന്റെ നേതാക്കളൊക്കെ ഈ വിഷയത്തിൽ ഒന്നാമത്തെ കാര്യം CPM പ്രതികളാരും ഈ വിഷയത്തിൽ ചർച്ചയ്ക്കേ വരുന്നില്ല. സാധാരണ പ്രതിരോധത്തിലാകുമ്പോഴാണ് അങ്ങനെ നേതാക്കളൊന്നാകെ പ്രതിരോധത്തിൽ നിൽക്കുന്നു. ഈ വാർത്താ സമ്മേളനത്തിൽ ഒരുപക്ഷെ CPM പോലും വളരെ പ്രതീക്ഷയോടെ കണ്ടതാണ്. ഏതെങ്കിലും തരത്തിൽ പിടിച്ചു നിൽക്കാൻ ഉള്ള ഒരു വാദം മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കും. പിടിച്ചു നിൽക്കാനുള്ള വാദം മുന്നോട്ട് വെച്ചില്ല എന്ന് മാത്രമല്ല, നേരത്തെ മറുപടിയില്ലാത്ത നേതാക്കളെ കൂടുതൽ മറുപടിയില്ലാക്കയത്തിലേക്ക് തള്ളിയിടുകയല്ലേ CPM എന്നത് പ്രതിസന്ധിയല്ലേ ദിലീപ്? ഹഷ്മി, CPI-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള വാർത്തകളെ കൂടി മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അതായത് PV അൻവറിന് പിന്നിൽ CPI-യിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് പങ്കുണ്ട് എന്ന നിലയിലുള്ള പ്രചാരണം വളരെ വ്യാപകമായിരുന്നു. സൈബർ മേഖലയിലാകട്ടെ പിണറായിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ ADGP MR അജിത് കുമാർ ആ സ്ഥാനത്ത് തുടരുന്നതിനെതിരെ ഇതൊക്കെ സൈബർ മേഖലയിലുള്ള CPI-എമ്മുകാർ അവർ വലിയ വിമർശനം പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചു വരികയായിരുന്നു.